മത്തായി സുവിശേഷം 5:13 വാക്യം. Can you all turn your book to Matthew chapter 5 verses 30? Matthew 5 verses 13, it says, "You are the salt of the earth, but if salt has lost its taste, how shall its saltiness be restored? It is no longer good for anything except to be thrown out and trample under the people's feet." ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്ത വിഷയം, നിങ്ങൾ കാരമുള്ള ഉപ്പോ. Tonight I want to talk about the topic, you are the salt of this earth. വളരെ ലളിതവും ആഴവുമായ ഒരു ചെറിയ ആലോചന നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മനിയോഗം. Though it sounds like very simple topic, but it has deep meaning within that topic. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. The teaching of Jesus Christ in the Beatitudes, we all know that. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ സദുപദേശങ്ങളെ ഉപ്പിനോട് തുല്യമായിട്ടാണ് ഇവിടെ പരിഗണിക്കാൻ നമുക്ക് കഴിയുന്നത്. Especially in this parable, we can see that it is been aligned to the salt that is mentioned in this verse. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ ഈ ഭൂമിയുടെ ഉപ്പായി മാറിയത് നമുക്കറിയാം. We know that all the apostles and all the prophets in the Bible were the salt of this earth. അങ്ങനെയെങ്കിൽ നമ്മെ സ്വർഗത്തിലെ ദൈവം വെളിഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ഉപ്പിന് തുല്യമായി ജീവിക്കണമെന്നതാണ്. I mean, if that was the way, we know that Lord has created on this world all of us to be the salt of this earth. കർത്താവിന് പറയാമായിരുന്നു, ഞാൻ നിങ്ങളെ ഈ ഭൂമിയുടെ സ്വർണ്ണമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് കർത്താവിന് പറയാമായിരുന്നു. God could easily say that I have created you all to be the gold of this earth, but he didn't say that. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ സന്തോഷമാകുമായിരുന്നു. If he would have said that, we would have been more happy. എന്നാൽ കർത്താവ് നിസാരമായ ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. But he aligned ourselves into a very simple way where he said that we are the salt of this earth. പ്രവാചകന്മാരും കഴിഞ്ഞ നാളുകളിൽ അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന പ്രവർത്തികൾ അവർ തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഈ ഭൂമിയുടെ ഉപ്പായി അവർ മാറിയെങ്കിൽ അതിൽ കുറഞ്ഞതൊന്നും നമ്മെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. Amen. All the prophets and all the apostles that we have read from the Bible, if they were the salt of this earth, there is nothing less God has considered for us. വളരെ നിസാരമായിട്ടുള്ളൊരു കാര്യമായി കർത്താവ് നമ്മെ പരിഗണിക്കുകയല്ല ചെയ്തത്. ഉപ്പിൻ്റെ സവിശേഷതകൾ എത്ര വലുതോ അത്രയും ശ്രേഷ്ഠമേറിയ അനുഭവത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതിയത് കൊണ്ടാണ് ഉപ്പിനോട് തുല്യമായി നമ്മെ അവൻ കാണുവാനിടയായത്. I mean, though we consider that salt has no value, but he has considered us as salt of this earth because it adds value to wherever it is being put. എന്താണ് ഉപ്പിന്റെ സവിശേഷത? And what are the qualities of the salt? ഈ വാക്യം അറിയാത്തവരോ ഉപ്പിനെ കുറിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരോ അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത്ര നിസ്സാരമായ ഒരു സബ്ജക്റ്റ് സംസാരിക്കുവാനാണോ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ രാത്രി ദൈവം എനിക്ക് നിയോഗം തന്ന ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം വരുത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. I know that you are all thinking that I came all the way from Bangalore to speak about this salt, but I believe that though this is a very simple words, a very simple topic, this is going to change your life forever in the name of Jesus. ആമേൻ. സ്വർഗത്തിലെ ദൈവം തിന്റെ വചനങ്ങൾ അത് എന്നും ജീവനും ചൈതന്യമുള്ളതാണ്. Amen. The word of God is always alive and it is always bright and shining. ഇരുവായി തലയുള്ള
ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. It is sharper than any double-edged sword. ദൈവത്തിന്റെ വചനം ഒരിക്കലും അത് പാഴായി പോകുകയില്ല. അത് എവിടെ ഏത് മനുഷ്യന്റെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചിട്ടുണ്ടോ അവിടെ രൂപാന്തരവും അവിടെ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. The word of God has never gone void. Wherever it has been sown, there has been fruit, and we have seen it. ഇന്ന് രാത്രി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് 1000 വാക്കുകൾ പറഞ്ഞാലും Today, if I speak about this topic, even in thousands and thousands of words, ആമേൻ, യേശുവിന്റെ ഒരൊറ്റ വാക്കുമതി ഈ രാത്രി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ. I know that there is one word from Jesus will change your life tonight. എല്ലാവരും ആത്മാവിന്റെ നിറവിലിരുന്നാട്ടെ. Everybody sit with an expectancy from the Spirit. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ സഭയിലുള്ള എല്ലാ ദൈവമക്കളെ എഴുന്നേപ്പിച്ചൊക്കെ നിർത്തി ആത്മാവിൽ ശക്തമായിട്ട് ആരാധിച്ചതിന് ശേഷമേ ഞാൻ പ്രസംഗം തുടങ്ങിയുള്ളൂ. Even in my church, I always have this habit of making, leading into a very good worship session, and then only I will start to preach. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ പാടി ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. And today I believe that today we have had a great worship session, so that I believe that tonight God is going to do mighty works here. നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പിന്റെ സവിശേഷത. We know the qualities of salt. ഒന്നാമതായി ഉപ്പ് ശുദ്ധീകരിക്കുന്നു. We know that salt purifies us. ആമേൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കണമെന്നതാണ്. Amen. For a believer, the most prior thing is to be purified. കാരണം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. Amen. The word of God says that without being purified, we cannot see God. ദൈവം നമ്മെ ശുദ്ധീകരിച്ചത് ആമേൻ അവന്റെ പുണ്യ രക്തത്താലായിരിക്കുന്നതിനാൽ ഈ രാത്രി ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ എനിക്കൊരു ശുദ്ധീകരണം ഈ രാത്രി ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ എനിക്ക് സാധ്യമല്ല. He has purified us by his blood, and he has edified and he has called us his own children by his holy blood. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ആമേൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. God says that as I am holy, you also be holy. അപ്പോൾ യേശുവിന്റെ പ്രധാനമായ ആമേൻ കാര്യം ഇതായിരുന്നു. നമ്മെ ഉപ്പ് മനുഷ്യ ജീവിതത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്തുവാൻ പര്യാപ്തമായിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന നാം ഹൃദയം മനസ്സ് ആമേൻ ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ചവരായി ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That is why it has been aligned to us, although it is a very simple thing. He has aligned, he has considered us to be salt of this earth because it purifies. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, in 2 Corinthians chapter 2 verses 7, ആകയാൽ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് 7:1. Can you all turn to 2 Corinthians chapter verses 7:1? നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. In 2 Corinthians chapter 7 verses 1 it says, having therefore these promises, beloved, let us cleanse ourselves from all the defilement of flesh and spirit, perfecting holiness in the fear of God. ദൈവ പൈതലേ, കർത്താവ് നിങ്ങളെയും എന്നെയും വിളിച്ചത് നമ്മുടെ വിശുദ്ധി തൊലയ്ക്കാനല്ല, അത് തികയ്ക്കുവാനാണ്. Amen. Dear children of God, I want to remind you, He has called us not to defile ourselves rather than being holy in the presence of God. അനേകർ വിശുദ്ധ ജീവിതം തൊലച്ചു.
I mean, lot of people have defiled their life with Jesus. അവരുടെ പട്ടിക സാത്താൻ എഴുതി കുറിച്ചു വച്ചിരിക്കുക. And their names have been written by devil. എന്നാൽ അവന്റെ പട്ടികയിൽ നിങ്ങളും ഞാനും ഒരിക്കലും അവൻ ചേരുവാൻ ഉള്ളവരല്ല. അതുകൊണ്ടാണ് ഈ രാത്രി ഉപ്പിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം എന്നെ നിയോഗിതനാക്കിയത്. And I know that tonight we Hallelujah. every one of us shouldn't be in that list, and that is why I want to talk about this topic. ആമേൻ. അനേക അനുഭവങ്ങൾ ദൈവകൃപയാൽ ഈ ഇത്രയുമുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട്. അതൊന്നും എല്ലാം പറയുവാനായിട്ട് സമയം പോരാ, അതിനൊട്ട് തുനിയുന്നുമില്ല. എന്നാൽ ഒരു കാര്യം എൻ്റെ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം, though I have a lot of experiences throughout my journey, I don't want to tell everything, but this is something that the Holy Spirit has led me to say today. ഞാൻ ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, when I was studying in Bethel Bible College, ഞങ്ങള് 24 പേരാണ് ആ കോളേജിൽ ചെന്ന് ചേർന്നത്. we were 24 students at that time who joined that college. വർഷങ്ങൾ കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞപ്പോൾ, almost 3 years were done. 12 അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന പോലെ 12 പേര് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ ഒരുക്കപ്പെട്ടു. Out of that 24 people, 12 were graduated from the college. ഈ വിളിക്കപ്പെട്ട 12 പേര് അവരുടെ ജീവിതത്തിൽ വന്നതായ തോൽവികൾ, പാളിച്ചകൾ, നിലനിൽക്കാത്ത ചില വിഷയങ്ങൾ ഉണ്ടായി. അവർ വേദനയോട് കൂടെ അവരുടെ ട്രങ്കും പെട്ടിയും കൊണ്ട് ഇറങ്ങിപ്പോകുന്നതായ കാഴ്ച ഞാൻ കാണുവാനിടയായി. Though 12 were graduated, other 12 people who had failures, who were defiled, who were let down, I saw them taking their bags and whatever they had and left the college. അല്പം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, and later after a few years, ഞാൻ ചിലരെ കുറിച്ച് കേൾക്കുവാനിടയായത്, I heard about few people, അവർ ഈ ശുശ്രൂഷ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി പോകുവാനിടയായി. I heard that some of them who left the college, they left their ministry and they entered into the worldly things. അവരെ കുറിച്ച് നമുക്ക് ഭാരമുണ്ടെങ്കിലും നമുക്ക് ആർക്കും അവരുടെ ആത്മീക നിലവാരത്തെ കുറിച്ച് ചുമതല ഏൽക്കുവാൻ കഴിയുകയില്ല. അവരവര് തന്നെയാണ് അവരവരുടെ ജീവിതത്തെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കേണ്ടത് എന്ന കാര്യമാണ് ഈ രാത്രി നിങ്ങളെയും എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. Though when I heard about it, though I had a lot of burden for them, it is not our responsibility, or I can't do much about it. But tonight I want to remind you that it is our responsibility to edify ourselves in the presence of God. അല്പവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, and later after some years, ഞാൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ, when I analyzed, വെറും 6 പേര് മാത്രമേ ആത്മീയ ഗോളത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ. Amen. After a few years, when I analyzed, out of the 12, only 6 people were still remaining in the ministry. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? അവന്റെ വിശുദ്ധിയിലൂടെ അവന്റെ മഹത്വം പ്രാപിക്കുവാനാണ് നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തത് എന്ന ബോധ്യം ഈ രാത്രി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് എതിരെ പോരാടി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ദുഷ്ട ആധിപത്യങ്ങളെ, അതിന്റെ അടിയൊഴുക്കുകളെ, അതിന്റെ വേരൊഴുക്കുകളെ ഈ രാത്രി ഞാൻ ഭത്സിക്കുകയാണ്. And I know that why he has called us, because not to be defiled, but Hallelujah. to be holy like Jesus. And I know that when you become holy like Jesus, every powers of darkness will be removed from your life. യേശുവിന്റെ മലപ്രസംഗത്തിൽ when the preaching of Jesus at the കർത്താവ് mount, പറഞ്ഞൊരു കാര്യം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. we know what he has said. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. Those who are pure in heart, they are blessed. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. Amen. ഇന്ന് Everyone രാത്രി praise God. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത വിശുദ്ധന്മാരെ അനുഗ്രഹിക്കുവാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. Tonight I want to remind you that those who are ready to sacrifice, to be holy in the presence of God in your life, he is here to bless you. ഈ ഉപ്പെന്ന് പറയുന്നത് നമുക്കറിയാം സമുദ്രത്തിൽ നിന്ന് എടുക്കുന്നതാണ്. We know that salt is being taken from the ocean. മാത്രമല്ല സൂര്യന്റെ സഹായത്താൽ വരുന്നതാണ്. It is formed by the help of sun. അതുകൊണ്ട് ഗ്രേക്കർ ഇതിനെ ദിവ്യ വസ്തുവായിട്ടാണ് കരുതിയിരുന്നത്. So this is a very precious thing.
റോമാക്കാർ ഉപ്പിനേക്കാളും സൂര്യനേക്കാളും ഏറ്റവും കൂടിയ വസ്തുക്കൾ ഇല്ല എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. Romans believed that sun and salt as the most precious thing in that time. ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങളിലെല്ലാം തന്നെ ഉപ്പ് ചേർക്കുക പതിവായിരുന്നു. We know that in Leviticus chapter we can see that in all the sacrifices salt was present in all the sacrifices. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഉപ്പ് ചേരാത്ത കഷായമേ ഇല്ലെന്ന്. We know that it's a saying in Kerala, there is nothing that has been that's in everything we put salt. അപ്പോൾ എല്ലാത്തിലും ഉപ്പ് വരുന്നുണ്ട്. So in everything there is salt. ആമേൻ. ഉപ്പ് എന്ന് പറയുന്നത് ഒരു നിസ്സാര വസ്തുവായിട്ടാണ് നമ്മൾ കരുതുന്നത്. We consider salt as a very very simple thing. എന്നാൽ അതിനോളം ഏറ്റവും പ്രാധാന്യമേറിയ വസ്തുത വേറെ ഇല്ല എന്ന് നമുക്കറിയാം. But we know that without it, or it is the most precious or most needed thing, everything that we put. കുടില് തൊട്ട് കൊട്ടാരം വരെ ആവശ്യമുള്ളതാണ് ഉപ്പെന്ന് പറയുന്നത്. From a small house to a mansion, everywhere we require salt. നമുക്ക് വിഭവസമർത്ഥമായ ആഹാരം മുൻപിലോട്ട് വെച്ച് നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉള്ള രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇല കൊണ്ടിട്ടതിന് ശേഷം അദ്ദേഹം ഉപ്പ് വെച്ചങ്ങ് പോകും. We know that even in every food that we prepare, even in every food that we make, we put salt. അന്നേരം നമ്മുടെ കൈ അതിലേക്ക് പോകത്തില്ല. We don't like go in search of the salt. അത് ആ മൂലയ്ക്ക് കൊണ്ട് തള്ളിയതിന്റെ ഉദ്ദേശം വെച്ചവൻ അറിയാൻ നിങ്ങൾക്കറിയില്ലെങ്കിലും. Amen. And you can see that in a banana leaf they put the salt at the cornermost side, and the one who puts it knows that why you needed it. ചുരുക്കി പറഞ്ഞ വിഭവസമർത്ഥമായ ഐറ്റങ്ങളെല്ലാം കൊണ്ടുവച്ചു. Amen. All the delicacies were കറിയും ഒഴിച്ചു. And you added some curry as well. ഉപ്പില്ല. And there is no salt. ഉടനെ തന്നെ നമ്മുടെ കൈ അങ്ങോട്ട് പോകും. And at that time our hand would go. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ യഥാർത്ഥ ഒരു ഉപ്പായി ഏത് മൂലയിൽ നിന്നെ തള്ളിയാലും സ്വർഗത്തിലെ ദൈവം നിന്നെ തേടി അവിടെ ആൾക്കാരെ അയക്കും. And I want to remind you that if you are the salt, even if you are put in a corner, if you are the salt, people and this world will come in search of you because you are so precious. നമ്മൾ വിചാരിക്കും ഞാൻ സമൂഹത്തിലൊരു പ്രാധാന്യം. You might think that you have no value in this society. ഞാൻ ഒരു അവഗണിക്കപ്പെട്ടവനാ. You might think that you are someone എനിക്ക് യാതൊരു വിലയുമില്ല. You don't have any value. You might ഇങ്ങനെ നിന്നെ ഭാരപ്പെടുത്തുന്ന ആ ദുരാത്മാവിന്റെ ക്രിയയെ ഈ രാത്രി യേശുനാഥൻ അഴിക്കുവാൻ അവരിവിടെ വന്നിട്ടുണ്ട്. അവരിവിടെ ഉലാവുകയാണ്. I can say that tells you that you have no value. That spirit I cancel in the name of Jesus Christ. യേശുവിന്റെ അധികാരം in the name of Jesus Christ. നിങ്ങളെ ആ വിധത്തിൽ പീഡിപ്പിക്കുന്ന ദുരാത്മാവിനെ, the depressions of anxiety, നിന്റെ കൂടെ സഹോദരൻ അറിയുന്നില്ല. നിന്റെ കൂടെ സഹോദരൻ അറിയത്തില്ല. Your brothers might not know it. നിന്നോടുകൂടെ കിടക്കും കിടന്നുറങ്ങുന്നവൾ ഒരു പക്ഷേ അറിഞ്ഞെന്ന് വരത്തില്ല. Even your partner might not know it. എന്നാൽ നിന്റെ ചിന്തകളെ വിചാരങ്ങളെയും അറിയുന്ന ഒരുവൻ ഈ രാത്രി വന്ന് നിന്റെ ചെവിയിൽ മന്ത്രിക്കുകയാണ്. മകളെ, ആവശ്യമില്ലാത്ത ചിന്തയ്ക്ക് നീ സ്ഥാനം കൊടുക്കരുത്. നീ എനിക്ക് പ്രിയങ്കയാ. Though nobody knows about it, I will remind you tonight. Hallelujah. The one who sees you and knows you, he will tell you that you are precious in his sight. നീ എനിക്ക് പ്രിയനാ. You are precious to me. Hallelujah. Amen. ഇന്ന് രാത്രി നിങ്ങൾ അവഗണിക്കപ്പെട്ടവരാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ആരെല്ലാം നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളെ പരിഗണിക്കുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. Amen. If you are thrown away, if you are disappointed, do not worry. There is one who believes in you. There is one who considers you as precious. ദേശത്തെ നാശത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് ദൈവമക്കളുടെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. To deliver this world out of great sin and the things that it is going through, believers have a big part to play. നമ്മുടെ എല്ലാ ദേശങ്ങളും ഇന്ന് ഒരളവിൽ പറഞ്ഞാൽ മലിനമായി കൊണ്ടിരിക്കുക. We know that everywhere that we are in, the entire universe is in a very bad state. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായി
ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഈ ലോകത്തെ കാണുമ്പോൾ, ഈ ദേശങ്ങളെ കാണുമ്പോൾ അത് മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർത്ത് അവൻ ദുഃഖിക്കുമ്പോൾ അവനോട് ചേർന്ന് ദുഃഖിച്ച് കർത്താവേ, ഞാൻ ആ ഉത്തരവാദിത്വം ഈ രാത്രി ഏറ്റെടുത്തുകൊള്ളാം. If we have that burden and if we know that our world is going into a bad state, how much more will the Creator who has created this have that feeling? So tonight we got to stand in that and have that burden for the world. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. Ask God to purify ourselves. ഇന്ന് രാത്രി ജീവന്റെ ദാതാവ്, Amen. Jesus, tonight the order of life. യേശുവിന്റെ വിശുദ്ധ സാന്നിധ്യം Amen. The presence of the Holy ഇന്ന് God. രാത്രി ഞാൻ അനുഭവിക്കുകയാണ്. Tonight I'm experiencing the power of Jesus നീ Christ. എന്നെ ശുദ്ധീകരിച്ചേ മതിയാകൂ. And ask Him that to purify you, to എന്റെ purify ജീവിതത്തിന്റെ അശുദ്ധികളെ നീക്കണം. to remove your sins, to remove your defilement. ഞാൻ ശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. Amen. Believe that you are getting purified. എന്റെ വാക്കുകളിൽ ശുദ്ധീകരണം, Amen. Even in my speech, എന്റെ ചിന്തകളിൽ ശുദ്ധീകരണം, even in my thoughts, let there be edifying. എന്റെ പ്രവൃത്തികളിൽ ശുദ്ധീകരണം Even in my doing, let there be നീ purified. നൽകണമേ എന്ന് ഈ രാത്രി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുവാൻ പോകുകയാണ്. If you believe and pray, God is going to do it tonight. രണ്ടാമതായിട്ട് ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒന്നാമതായിട്ട് പവർ ഓഫ് പ്യൂരിറ്റി, രണ്ടാമതായി പവർ ഓഫ് പ്രിസർവേഷൻ. ആമേൻ ആധുനിക കാലങ്ങളിൽ പ്രാചീന കാലങ്ങളിൽ ഉപ്പിന് വളരെയധികം പ്രാധാന്യമുള്ള കാലമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. First, salt is used. We have heard that salt purifies, and the second quality of salt is that it preserves. ആമേൻ ഉപ്പ് കൂടാതെ നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം അസാധ്യമാണ്. It is impossible to live without salt. ആമേൻ നമ്മെ ദൈവം ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ആമേൻ ഈ ഉപ്പ് കേട് കൂടാതെ മാംസത്തെയും ആമേൻ മറ്റ് ഇതര സാധനങ്ങളെയും സൂക്ഷിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഈ ലോകത്തിൻ്റെ ഉപ്പാക്കി മാറ്റിയിരിക്കുന്നത് എന്തിനു വേണ്ടി? ആമേൻ ഇവിടെ മറ്റുള്ളവർക്ക് ഒരു വിധത്തിലും കേടുവരുത്താതെ ആമേൻ കേടുകൾ ഉണ്ടെങ്കിൽ അതിനെ പോക്കി ശുദ്ധീകരിക്കുവാൻ പരിഹരിക്കുവാൻ കഴിയുന്ന വ്യക്തികളാക്കി ദൈവം നമ്മെ തീർക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ ഉപ്പായി കണ്ടിരിക്കുന്നത്. Like a salt which preserves the fleshly items like chicken and fish, in the same way God has created us to be the salt of this earth, to preserve others who are hurt and who are tired, and to be a preservative for them. അഴിമതിയും അക്രമവും തീവ്രവാദവും വളർന്നു വരുന്നതായ ഈ ലോകത്തിൽ ദൈവമക്കൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണെന്ന് നിങ്ങൾക്കറിയാം. Though we are living in a world where all kinds of calamities, terrorism, and all kinds of things are happening. ആമേൻ. ഒരിക്കൽ ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. I want to share an experience that I had. ചില വർഷങ്ങൾക്ക് മുൻപ് നടന്നതായ ഒരു സംഭവമാണ്. Few years before it happened. അതായത് ഞാൻ ജാലഹള്ളി സഭയിൽ 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപനം ചെയ്ത് ആ ഉപവാസത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 30 വർഷത്തെ മുൻപുള്ള ഒരു സംഭവമാണ് ഈ പറയാൻ പോകുന്നത്. It is something that happened 30 years before when I was fasting at the church in Janahalli. I was at a fasting for 21 days. ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ In that 21 days fasting prayer, അവിടെ ആദ്യം വന്ന ദൈവദാസൻ, the first pastor who came for that ഇപ്രകാരം പറയുവാനിടയായി. he told like this. ഇവിടെ നിന്ന് അല്പമകലെ 3 കിലോമീറ്റർ അകലെ ഒരനിഷ്ട സംഭവം, വളരെ അനർത്ഥങ്ങളേറിയ ഒരു വലിയ ദുരന്തം വരാൻ പോകുന്നു. He told us that from the church where it was, from there 3 kilometers from there is something is going to happen. 2-3 ദൈവദാസന്മാരുടെ ഇതേപോലെ ആ പ്രവചനം ഞങ്ങൾ ഇടവിടാതെ തുടർമാനമായി കേൾക്കുവാനിടയായി.
And the same thing we have heard from other two pastors as well. ആമേൻ. എന്തോ വലിയ സംഭവം ദേശത്ത് നടക്കുവാൻ പോവുകയാണ്. And we have heard from them something big is going to happen in that place. ഈ മൂന്ന് പേരിൽ കൂടെ ഈ ആലോചന വന്നപ്പോൾ When we heard these prophecies from these three pastors, ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. we started to pray very fervently after hearing this. ആമേൻ. വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. We prayed very strongly. പ്രിയമുള്ളവരെ, ആമേൻ. ഞാൻ പറയട്ടെ, 3 മാസം തികഞ്ഞില്ല മത്തിക്കരയ്ക്കും ആമേൻ സഞ്ജയ നഗരനും മധ്യേ ആമേൻ തീവ്രവാദികൾ അവിടെ വരികയും അവിടെ അവയെ താമസിച്ച് അവർ വലിയ കാര്യങ്ങൾ അവയെ പ്ലാൻ ചെയ്യുകയും ചെയ്തു. And in that place, within 3 months, we came to know that where the place the pastors has told, there was some terrorist who came to that place, and we heard about such a thing. പിന്നീട് അറിയുവാനിടയായി തീർന്നത് അലീമും അതുപോലെ തന്നെ അദ്ദേഹത്തോടു കൂടെ ഒരു സ്ത്രീയും 3 പേരും, അങ്ങനെ 5 പേര് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഈ ബാംഗ്ലൂർ പട്ടണത്തിലുള്ള പ്രധാന കെട്ടിടങ്ങളെയും അവിടെയുള്ള മതസ്ഥാപനങ്ങളെയും നശിപ്പിക്കുവാൻ അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു. And later we heard that the person who did that, along with a lady and 3 others, total 5 people, were trying to destroy the entire city of Bangalore. 3 മാസം ഞങ്ങൾ വളരെ ശക്തമായി ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി. For the 3 months we prayed very fervently about this thing. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ആ പട്ടണത്തെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുക്കുവാനിടയായി തീർന്നു. Amen. Let me tell you that because we prayed, God has delivered. That thing didn't happen because we prayed very fervently. അവിടെ വന്നപ്പോൾ തന്നെ തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ കർണാടക പോലീസും കൂടെ ഈ കാര്യം അറിഞ്ഞ് അവരെ 5 പേരെയും വെടിവെച്ച് കൊല്ലുവാനിടയായി തീർന്ന ആ സംഭവം ഇന്ന് രാത്രിയും ഞാൻ ഓർക്കുകയാണ്. When they're about to do that mission, the Karnataka police and the Tamil Nadu police came to know about this and they were shot at that time. ദേശത്തെ നശിപ്പിക്കുന്നതിന് ആര് ശ്രമിച്ചാലും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ യഥാർത്ഥ ഉപ്പായി ദൈവത്തിന് മുൻപാകെ നിലകൊള്ളുന്നവനാണെങ്കിൽ നിശ്ചയമായും ദേശത്തെ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ. No matter the devil tries to destroy the world, if there is a people, if there is church who is ready to pray fervently, no plans of devil will prosper. അവരുടെ പ്ലാനുകളെ സ്വർഗത്തിലെ ദൈവം ശിഥിലമാക്കി. I mean, their plans were scattered by Jesus. നിനക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കുകയില്ല. No weapon formed against you shall prosper. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ നിങ്ങൾ യഥാർത്ഥ ഉപ്പുകളായി നിലകൊണ്ടാൽ മതി. നിശ്ചയമായും നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും എത്ര വലിയ ശത്രുവായിരുന്നാലും ആ ശത്രുവിനെ കീഴടക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. You be the salt of this earth. No matter who tries to play against you, no matter what the devil plans against you, it will not prosper. ആമേൻ. എത്ര പഴക്കം ചെന്ന വിഷയമായിരുന്നാലും, no matter how old the issue is, എത്ര വലിയ വിഷയമായിരുന്നാലും, no matter how big the issue is, ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയട്ടെ, but I want to tell you tonight this thing. നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. God is ready to do something big tonight in your life. നമ്മുടെ പ്ലാനുകളല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാൻ. It's not our plan, it's the God's plan. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കാതെ വണ്ണം നിങ്ങളെയും എന്നെയും സ്വർഗത്തിലെ ദൈവം തന്റെ കരങ്ങളിൽ വഹിച്ചു. I mean, no
plan or no weapon formed against you shall prosper, because he is the one who sees over us. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. Amen. He is the God who does things. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ He is ദൈവമാണ്. the God of miracles. അവന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുക. There is nothing that he can't do. ആ വലിയ സംഭവത്തിൽ നിന്ന് ആമേൻ ആ ബാംഗ്ലൂർ ദേശത്തെ സ്വർഗത്തിലെ ദൈവം അന്ന് വിടുവിച്ചത് ആമേൻ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. From that great thing that was about to happen in Bangalore, God has delivered because of the prayers of believers. നമ്മൾ യഥാർത്ഥ ഉപ്പുകളായി നിലകൊള്ളുന്നെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും വലുതാണ്. I mean, if you are the true salt of this earth, our responsibility is very big. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് വേലി കെട്ടി ആമേൻ ഇടിവിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ സ്വർഗത്തിലെ ദൈവം ഈ രാത്രി അന്വേഷിക്കുകയാണ്. If you are the salt of this earth, you will defend this world, because God is with us. ഇതറിഞ്ഞ ഡേറ്റ് മുതൽ From the day that I came to know about this, തുടർമാനമായി ഈ 3 മാസവും ആ ദൈവസഭ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാനിടയായി. when we came to know about this, throughout that 3 months, Hallelujah. we prayed very fervently every day. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ആമേ സർവശക്തനായ ദൈവം ആമേൻ അവരെ അതിനൊന്നും അനുവദിക്കാതെ അവരെ കൂടോടെ ദൈവം പറിച്ചെറിയുവാൻ അല്ലെങ്കിൽ തകർത്ത് കളയുവാൻ ഇടയായത്. Because of that prayer, no plan or everything that they tried to execute, it didn't work out. ആമേൻ ഉപ്പുകളായി ഈ ദേശത്ത് നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ചെറിയവളെന്ന് നിനക്ക് തോന്നിയാലും, നീ ചെറിയവനെന്ന് നിനക്ക് തോന്നിയാലും എൻ്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ വലിയവനത്രേ. Amen. If you are the salt of this earth, even you consider Hallelujah. yourself as something small, let me remind you tonight, in his eyes, you are big. ആമേൻ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇലയ്ക്കകത്ത് ഒരല്പം ഉപ്പ് അവിടെ കൊണ്ടുവയ്ക്കും, പക്ഷേ അന്നേരമൊന്നും നമ്മുടെ കൈ പോകത്തില്ല. അല്പം ഉപ്പ് കുറഞ്ഞാൽ അറിയാതെ തന്നെ ആമേൻ നമ്മുടെ കൈ അവിടെ ചെല്ലും. Amen. Jesus, you know that in a banana leaf, especially in a sadhya, there's a little amount of salt kept there. We don't take it at a particular time. If there is no salt, we try to reach out and take that salt. നിങ്ങൾ ഡോക്ടർമാരാകട്ടെ, If you are a doctor, ആമേൻ ആരോ ആയിക്കൊള്ളട്ടെ, if you are whoever you are, നിങ്ങൾ ഏത് തലത്തിൽ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, in different professions that നിങ്ങൾ you are, യഥാർത്ഥ ഉപ്പായിരിക്കുന്നെങ്കിൽ if you are the salt of this earth, നിങ്ങളെ തേടി നിങ്ങളുടെ അടുക്കലേക്ക് ആൾക്കാർ വരും. amen, if you are fervent in that, if you consider yourself as the salt of the Hallelujah. earth, he will come to you. ഹല്ലേലൂയ. Amen. ഞാൻ ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്തുവാനാണ്. One more thing I will say and I will conclude. ഉപ്പിന്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, രുചി പകരുക. Amen. And the other quality of salt is to taste, to give പവർ taste. ഓഫ് ടേസ്റ്റ്. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. And it is one of the essential factors. നമ്മൾ ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. We cannot have the kanji without up. ഉപ്പ് ചേരാത്ത ഒരു വിഷയവുമില്ല. And we cannot have it. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിലേ ഉള്ളൂ ഉപ്പ് ചേർക്കാതെ പോകുന്നത്. And there are only few dishes that we don't try to put the salt. ഇന്ന് രാത്രി യഥാർത്ഥ ഉപ്പായി നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ഇലയ്ക്കകത്ത് ഉപ്പ് കൊണ്ടുവയ്ക്കുമ്പോൾ അന്നേരം ആരും ശ്രദ്ധിക്കത്തില്ലെങ്കിലും ആവശ്യം വരുമ്പോൾ ആമേൻ ആ കൈ അങ്ങോട്ട് അറിയാതെ പോകുന്നത് പോലെ ആമേൻ നീ യഥാർത്ഥ ഉപ്പായി ഈ ഭൂമിയിൽ നിലകൊണ്ടാൽ നിന്നെ ആമേ തേടി ആവശ്യക്കാർ വരുന്ന ഒരു നാളുണ്ട്, ആവശ്യക്കാർ വരുന്ന ഒരു സമയമുണ്ട്. If you are the salt of this earth, though right now you may not be considered valuable, no one may give you any value, but let me remind you, when there is a need, they will come to you. കർത്താവേ, എന്നെ ആരും കാണുന്നില്ലല്ലോ, Lord, no one sees me, എന്നെ ആരും നോക്കുന്നില്ലല്ലോ, no one is looking at me, എന്നെ ആരും ദർശിക്കുന്നില്ലല്ലോ, no one is looking at me, ആമേൻ, എന്നെ ആരും വിലയുള്ളതായി കരുതുന്നില്ലല്ലോ no one considers me valuable. എന്നൊക്കെ നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിലും You might be worried about that. ഇന്ന് രാത്രി പറയട്ടെ, I want to remind you നീ tonight, കൃപയുള്ള ടേസ്റ്റ് ഉള്ള ഉപ്പായി
ഉപ്പായി മാറാൻ നീ ദൈവസന്നിധിയിൽ ഇരുന്നോ, നിന്നെ തേടി ആൾക്കാർ വരും. Amen. You be the salt of this earth. You might not be Hallelujah. valuable, but there will be a season where people will come for you. ഇന്നാർക്കും ഒക്കെ പാസ്റ്റർ പ്രാധാന്യം കൊടുക്കുന്നുള്ളെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എല്ലാം എന്ന് നിങ്ങൾ ഒരുപക്ഷേ വിചാരിക്കുന്നെങ്കിലും നിങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ താണിരുന്ന് കൃപയുള്ള ഒരു ഉപ്പായി മാറിയാൽ തക്ക സമയത്ത് നിന്നെ ദൈവം വെളിയിൽ കൊണ്ടുവരും. Amen. If you have Jesus. this thought of that there is favoritism happening and there is so and so things happening, let me remind you, if you are Stotram. true to yourself and if you believe that you are the salt of this earth, there will be a time where people will come for you. കൃപയുള്ള ഒരു ഉപ്പാക്കി നിങ്ങളെ തീർക്കാൻ പോവുക. Amen. God will use you as a true salt of this earth. വിലയില്ലാത്തവരിൽ നിങ്ങൾ കരുതണ്ട. You might consider yourself as not valuable. സമയം വരുമ്പോൾ ഈ കൈ അങ്ങോട്ട് നീളും. When the time is right, they will come in search of you. സമയം വരുമ്പോൾ ആ കൈ അങ്ങോട്ട് തീരും. When there comes the right time, they will come in search of you. ആവശ്യം വരുമ്പോൾ നിന്റെ അടുക്കലേക്ക് സ്വർഗത്തിലെ ദൈവം ആമേൻ ആൾക്കാരെ അയച്ചുകൊള്ളും. നിന്നെ തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം അവന്റെ ബലമുള്ള കൈ കീഴിൽ നീ താണിരുന്നാൽ നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. If you are true to be yourself and if you believe that you are the salt of his earth, at the right time people will come in search of you. Hallelujah. Amen. Hallelujah. Hallelujah. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ വേഗത്തിൽ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I want to tell few things as well, but I will tell one more thing and I will conclude. ആമേൻ. ഉപ്പ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. Salt is one of the most essential things in our lives. ആർക്കും അതിനെ അവഗണിക്കുവാൻ കഴിയില്ല. No one can discard it. ആമേൻ. ഉപ്പിന്റെ ഗുണങ്ങളെ അറിഞ്ഞ ഒരു സയൻസ് അധ്യാപകൻ ആ ഉപ്പിന്റെ ഗുണത്തെ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളോട് ഒരു ചെറിയ പരീക്ഷണം നടത്തുവാനിടയായി. A science professor who knew about the benefits of salt has done a test in his class. ഒന്നാമത്തെ പഠിക ക്ലാസ്സിൽ In the first class, വേഗം നമുക്ക് പറയാം, അദ്ദേഹം 3 പഠിക ക്ലാസ് എടുത്തു. he kept 2 different glasses. ആ പഠിക ക്ലാസ്സിൽ ഒന്നാമത്തെ ഗ്ലാസ്സിൽ പഞ്ഞി കൊണ്ടുള്ള മനുഷ്യൻ. He kept cotton. Cotton. Oh, he kept cotton in the first glass. രണ്ടാമത്തെ പഠിക ക്ലാസ്സിൽ മണ്ണ് കൊണ്ടുള്ള മനുഷ്യൻ. And in the second glass he kept some mud. മൂന്നാമത്തെ കുപ്പിയിൽ അല്ലെങ്കിൽ പഠിക ക്ലാസ്സിൽ ഉപ്പ് കൊണ്ടുള്ള മനുഷ്യൻ. And the third glass he kept salt. വെള്ളം നിറച്ചിരിക്കുക. And water is filled ഈ in it. 3 സ്ഫടിക ഗ്ലാസ്സിലെയും ഭാവവ്യത്യാസം എന്താണ് എന്ന് അദ്ദേഹം ഇങ്ങനെ എല്ലാവരോടും കൂടെ വിദ്യാർത്ഥികളെല്ലാം അവരെല്ലാം നോക്കിയിരിക്കുമ്പോൾ And they were seeing the changes that's happening in the 3 different glasses. ഒന്നാമത്തെ സ്ഫടിക ഗ്ലാസ്സിൽ ആരാ? And the first glass, who is it? പഞ്ഞി കൊണ്ടുള്ള മനുഷ്യൻ. It's the cotton. ഈ പഞ്ഞി കൊണ്ടുള്ള മനുഷ്യൻ ഇതിനകത്തെ വെള്ളം മുഴുവനും കുടിച്ചങ്ങ്. And in the first glass it's the man with the cotton, and when the water was poured it became big. അവൻ സ്വയം ഉയർത്തുന്നവർക്ക് പ്രതിനിധിയാ. It became as if he was self-boasting himself. രണ്ടാമത്തെ മനുഷ്യൻ മണ്ണ് കൊണ്ടുള്ള മനുഷ്യൻ, അവൻ അതിനകത്ത് മുഴുവനും എന്ത് ചെയ്തു? കലക്കി. And the second man is made of soil, and it was dispersed and mixed in the water. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഇവിടെ ചിന്തിക്കാൻ കഴിവുള്ളവരായതുകൊണ്ട് ഞാൻ ആ കഥ പറഞ്ഞ് വേഗത്തിൽ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. Though I wanted to say a lot of things about this, I don't have time, and I hope that you know what I'm trying to tell. മൂന്നാമത്തെ മനുഷ്യൻ, And the third man, ഉപ്പ് കൊണ്ടുള്ള മനുഷ്യൻ, who was made out of salt. ആ ഉപ്പ് കൊണ്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? അതിലങ്ങ് അലിഞ്ഞ് ചേർന്ന് ആ വെള്ളത്തെ രുചിയുള്ളതാക്കി തീർത്തു. That man who was made of salt in that water was dispersed in that water, and it made that water tasteful. നിങ്ങൾ ഈ 3 കൂട്ടിൽ ആരാ? Who are you in this 3 glasses? നിങ്ങൾ തന്നെ വിലയിരുത്തുക. You can think about it. നിങ്ങൾ മണ്ണ് കൊണ്ടുള്ള മനുഷ്യനെ പോലെ ആ വെള്ളത്തെ കലക്കുന്നവരാണോ? സഭയെ കലക്കാൻ ഇടയാകുന്നവരാണോ? അതോ ആ ഉപ്പിൽ ഉപ്പ് മനുഷ്യൻ ചെയ്തതുപോലെ അത് അലിഞ്ഞ് ചേർന്ന്
ആ വെള്ളത്തെ രുചിയുള്ളതാക്കി തീർത്തതുപോലാണോ? You can consider yourself, who are you in the church? Are you someone who is like the man who was the soil and make the water disperse, or are you the man who is like the salt who made the water tasteful? അതോ ആ പഞ്ഞി കൊണ്ടുള്ള മനുഷ്യനെ പോലെ സ്വയം വലുതായി സഭയ്ക്കകത്ത് ആമേൻ സ്വയം ഉയർത്തുന്നവരാണോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. Or are you like the man who is like the cotton who self-boasted and make himself big? നിങ്ങൾ ഉപ്പിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ നിങ്ങൾക്ക് അനവധി ആമേൻ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം നൽകാൻ പോകുകയാണ്. If you are the one who wanted to become like this man like salt, God is going to bless you abundantly. അദ്ദേഹം ആ പരിശോധനയിൽ ആമേൻ കുട്ടികളെ പഠിപ്പിച്ചത് ആമേൻ സമൂഹത്തിൽ 45% ആമേൻ 45-40 ആമേൻ രുചി കൊടുക്കുന്ന മനുഷ്യർ വെറും 15%. And through that experiment, he taught that class that about 40-45% of the people are like the ones, like the man in the soil and with the cotton. And only 15% people are like the man who is like the salt. ഇന്ന് വിശ്വാസികളിൽ പോലും സ്വയം ഉയർത്തുന്നവരാ കൂടുതൽ. Even among the believers, we are the ones who self-boast us. ആമേൻ ചിലരാണെങ്കിൽ ആമേൻ എല്ലായിടങ്ങളിലും ആമേൻ കലക്കുന്നവരാ. And there are people who try to create a lot of problems wherever they go. Hallelujah. ഒരു ചെറിയ കൂട്ടർ രുചി കൊടുക്കുന്നവർ, And there is a simple thing that gives taste. രുചി പകരുന്നവർ. And the ones who gives taste. നിങ്ങൾ ഈ മൂന്ന് കൂട്ടരിൽ ആരാണ്? Who are you in these 3 examples that I've given? നിങ്ങൾ ചിന്തിക്കുക. You can think, കർത്താവേ, Lord, ഞാൻ ദൈവസഭയെ കലക്കുന്നവനോ, Lord, I am the one who dispersed the church, അതോ ഞാൻ സ്വയം ഉയർത്തി ആമേൻ ദൈവസഭയ്ക്കകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നവനോ? or am I the one who tried to boast and become make myself big? കർത്താവേ, മറ്റ് രണ്ടുപേരെ പോലെ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നില്ല. Lord, I don't want to be the one who, ആ ഉപ്പിന് തുല്യമായൊരു ജീവിതം എനിക്ക് നൽകണമേ. but I want to be the one like the man of salt, മറ്റുള്ളവർക്ക് ടേസ്റ്റ് പകരുവാൻ someone who gives taste to others എൻ്റെ വാക്കിലൂടെ, in my words, എൻ്റെ ചിന്തയിലൂടെ, in my thinking, എൻ്റെ പ്രവൃത്തിയിലൂടെ, in the way that I എൻ്റെ do things, ഇടപാടിലൂടെ, in the way that I ആമേൻ do, എൻ്റെ എല്ലാ ജീവിത ശൈലികളിലൂടെ in everything that I do. കർത്താവേ, എനിക്ക് ആമേൻ ഒരു നല്ല ജീവിതം നയിക്കുവാൻ നീ കൃപ നൽകണമേ എന്ന് ആര് ദൈവസന്നിധി പ്രാർത്ഥിക്കും. Lord, in everything that I do, I want to be like you, like the salt of this earth. ആമേൻ പ്രാചീന കാലങ്ങളിൽ നമുക്കറിയാം ആമേൻ ഉപ്പിനെ ഈ ഉപ്പ് പാളികൾ നിരത്തിയാണ് ആമേൻ അന്തരീക്ഷം. അന്ന് ഈ ഇന്നത്തെ പോലുള്ള കരണ്ടോ യാതൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തും ഫലസ്തീൻ നാടിലുള്ള ആൾക്കാർ ഉപ്പ് പാളികളിങ്ങനെ വിതറിയാണ് അകത്തെ അന്തരീക്ഷം ചൂടായാലും തണുപ്പായാലും നിലനിർത്തുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. In the olden days, we know that people used to use this salt and make the temperature of their house accommodatable or livable. അവര് ആമേൻ ഇത് കുറേ കഴിയുമ്പോൾ ഈ ഉപ്പിന്റെ രസം നഷ്ടപ്പെടും. And after a long while, the saltiness of the salt will start to lose. കാരം നഷ്ടപ്പെടും. There won't be saltiness in it. കാരം നഷ്ടപ്പെടുമ്പോൾ When there is no more saltiness, അവർ സ്വാഭാവികമായി ചെയ്യുന്നത് they will do. അതിന്റെ മുകളിൽ കയറി ഓടിളക്കും. They will get onto the top of the house and they remove it. ഓടി ഇളക്കി When they remove the top of തെരുവിലേക്ക് എറിയും. they will throw it away. തെരുവിലേക്ക് എറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാട്ടുകാരും ആമേൻ വരുന്നവരെല്ലാം അതിൽ കൂടെ ചവിട്ടി മെതിച്ചു കൊണ്ടുപോകും. When they throw the top of their house to the streets, who walks in through that area, they tramples under their foot. നിങ്ങൾക്ക് അതിന്റെ പൊരുൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe that you can understand the example that I've given. കൃപയില്ലാത്ത ഉപ്പായി മാറിയാൽ Don't be someone who is without the salt. നിങ്ങളെയും എന്നെയും ആമേൻ വലിച്ചെറിയുന്ന ഒരു നാൾ വരും. There will be a time where you will be thrown from the places that you are in. നീ സഭയിലെ വലിയ പാട്ടുകാരനായിരിക്കാം. You might be someone who leads the worship in the church. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, അതൊന്നും ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചോളുക. You know that who you are. നിങ്ങൾ കൃപയുള്ള ഉപ്പോ, You be the salt of this earth. കാരമുള്ള ഉപ്പോ, You be the one with saltiness. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ തേടി സ്വർഗത്തിലെ ദൈവം ആളുകളെ അയക്കും. Wherever you are, people will come in search of you. ഞാൻ അതിന്റെ അനുഭവസ്ഥനാ.
I am an example of that. നിങ്ങൾ ആരെ അന്വേഷിച്ചു പോകണ്ട. You don't have to go in search of anybody. നിങ്ങൾ ദൈവസന്നിധി താണിരിക്കുക. You humble yourself. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. He will lift you up at the right time. അവന്റെ ബലമുള്ള കരങ്ങളിൽ നിങ്ങൾ താണിരുന്നാൽ, If you sit in his wings, യഥാർത്ഥ ഉപ്പാകുന്ന നിന്നെ if you are the salt of the earth, സ്വർഗ്ഗത്തിലെ ദൈവം ഒരു ദിവസം പുറത്തെടുക്കും. he will lift you up at the right time. നിന്നെ മാനിക്കും. He will bless you. എന്നെ മാനിക്കുന്നവനെ Hallelujah. ഞാൻ മാനിക്കുമെന്ന്, എന്നെ മാനിക്കുന്നവനെ He ഞാൻ മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ Yeah. നീ ഒരിക്കലും തള്ളപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ മാനിക്കുവാൻ എൻ്റെ കർത്താവ് വരും. അതുവരെയും നിങ്ങൾ കൃപയുള്ള ഉപ്പായി ദൈവത്തിന് മുമ്പ് താണിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിന് അവസരം തന്ന കർത്താവിൻ്റെ ദാസനോട്, ഈ സഭയോടും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. He will look up to the Lord. He will bless you at the right time. And